പ്രഭാഷകൻ അധ്യായം 44. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായ ആരുമില്ല. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. Chapter 44. Now will I praise those godly men, our ancestors, each in his own time, the abounding glory of the Most High's portion, his own part, since the days of old, subduers of the land in kingly fashion, men of renown for their might, or counselors in their prudence, or seers of all things in prophecy, resolute princes of the folk, and governors with their staves, authors skilled in composition, and forgers of epigrams with their spikes, composers of melodious psalms, or discourses on lyric themes, stalwart men, solidly established and at peace in their own estates. All these were glorious in their time, each illustrious in his day. Some of them have left behind a name, and men recount their praiseworthy deeds, but of others there is no memory. For when they ceased, and they are as though they had not lived,
they and their children after them. Yet these also were godly men whose virtues have not been forgotten. Their wealth remains in their families, their heritage with their descendants. Through God's covenant with them their family endures, their posterity for their sake. And for all time their progeny will endure, their glory will never be blotted out. Their bodies are peacefully laid away, but their name lives on and on. At gatherings their wisdom is retold, and the assembly proclaims their praise. Enoch walked with the Lord and was taken up, that succeeding generations might learn by his example. Noah, found just and perfect, renewed the race in the time of devastation. Because of his worth there were survivors, and with a sign to him the deluge ended. A lasting agreement was made with him that never should all flesh be destroyed. Abraham, father of many peoples, kept his glory without stain. He observed the precepts of the Most High, and entered into an agreement with him. In his own flesh he incised the ordinance, and when tested he was found loyal. For this reason God promised him with an oath that in his descendants the nations would be blessed, that he would make him numerous as the grains of dust, and exalt his posterity like the stars, that he would give them an inheritance from sea to sea, and from the river to the ends of the earth. And for Isaac he renewed the same promise because of Abraham his father. The covenant with all his forebears was confirmed, and the blessing rested upon the head of Jacob. God acknowledged him as the firstborn, and gave him his inheritance. He fixed the boundaries for his tribes, and their division into 12.